എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ട്രഫാൽഗർ ലോയെ കണ്ട് എല്ലാവരും ഷോക്കാവും. നേവിക്കാരാണെങ്കിൽ ബൈനോക്കുലറൊക്കെ വെച്ച് നോക്കും അതാരാണെന്ന്. അവർക്കാണെങ്കിൽ ഭയങ്കര ഷോക്ക്. ട്രഫാൽഗർ ആണ് വന്നിരിക്കുന്നത്. മാത്രമല്ല അവനിപ്പോ ലൂഫിയെ രക്ഷിക്കാൻ തയ്യാറാണ്. അതിനെല്ലാം ഉപരിയായിട്ട് അവനൊരു ഡോക്ടറാണ്. ട്രഫാൽഗർ ലോ ആണെങ്കിൽ ബഗ്ഗിയോട് പറയും, കമോൺ കമോൺ, ലൂഫി എത്രയും പെട്ടെന്ന് ഇവിടേക്ക് കൊണ്ടുപോയോ. പക്ഷെ ബഗ്ഗിക്കാണെങ്കിൽ ഇവിടെ ട്രഫാൽഗറിനെ അറിയില്ല. എന്നെ കൊണ്ട് പറ്റില്ല, നീ ആരാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു സ്ട്രേഞ്ചറിന്റെ കയ്യിൽ ഇവനെ ഏൽപ്പിക്കില്ല എന്ന് പറയും. ബഗ്ഗി പുറകിലേക്ക് നോക്കും. അവൻ ഒരുപാട് പേര് ചേർന്ന് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രഫാൽഗർ ലോയ്ക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഒരുപാട് നേരം അവിടെ നിന്ന് കഴിഞ്ഞാൽ അവരെല്ലാവരും അവനെയും അറ്റാക്ക് ചെയ്യും. അതേസമയം ഇവിടെയാണെങ്കിൽ ഇപ്പൊ അക്കൈനോയ്ക്ക് ചുറ്റും വൈറ്റ് ബിയേർഡിന്റെ പൈററ്റ്സ്. അത്രയും പേരെ പെട്ടെന്ന് ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ അക്കൈനോയ്ക്ക് സാധിക്കില്ല. അവൻ ആദ്യം അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റുമെന്നറിയാൻ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും. പക്ഷെ അവർക്കാണെങ്കിൽ യാതൊരു ചേഞ്ചും ഇല്ലെന്ന് മനസ്സിലാക്കിയ അക്കൈനോ അവൻ ഞൊടിയടയില് ഇപ്പൊ ഒരു ഡ്രാഗനായി മാറി അവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അവിടെ നിന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ മിലിറ്ററി സോൾജിയേഴ്സ് ഒരു ടണൽ ഓപ്പൺ ചെയ്യാണ്. അതിലൂടെ രണ്ട് ടീമുകളെ അയക്കും. ഒന്ന് വൈറ്റ് ബിയേർഡിന്റെ ടീമിനെ അറ്റാക്ക് ചെയ്യാൻ, മറ്റൊരു ടീം ആ ബ്ലാക്ക് ബിയേർഡിനെയും അവന്റെ ടീമിനെ അറ്റാക്ക് ചെയ്യാൻ. കട്ട് ചെയ്ത ഇവിടെ സെൻഗോക്കു. അവനാണെങ്കിൽ ബ്ലാക്ക് ബിയേർഡിനെ പിടിച്ച് വലിച്ച് അങ്ങനെ തല്ലി തല്ലി കൊന്നോണ്ടിരിക്കുകയാണ്. അവന്റെ ഫൈറ്റും സ്ട്രെങ്ത് ഒക്കെ കാണുമ്പോൾ തന്നെ ബ്ലാക്ക് ബിയേർഡിനെ പിടികിട്ടും. ഇപ്പൊ നേവിയിലുള്ളതിൽ വെച്ച് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആള് അതിവനാണ്. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് നമ്മുടെ കണ്ണാടി പയ്യൻ അവനാണെങ്കിൽ ഇപ്പൊ ഈ ഫൈറ്റും വാറും ബ്ലഡും എല്ലാം കണ്ട് തല ചുറ്റാൻ തുടങ്ങും. പ്രോപ്പറായിട്ട് ശ്വാസം പോലും എടുക്കാൻ കഴിയാതെ അവനിപ്പോ ടയർഡായിട്ട് താഴേക്ക് വീഴും. എൽമപ്പോനാണെങ്കിൽ അത് കണ്ട് ഭയങ്കര ടെൻഷൻ. കോബി, നിനക്ക് എന്തു പറ്റി, എന്താ ഉണ്ടായെന്നൊക്കെ ചോദിച്ച് അവനെ താങ്ങി മടിയിലിരുത്തും. ഇവിടെ സെൻഗോക്കുവും ബ്ലാക്ക് ബിയേർഡും അവർ രണ്ടുപേരുടെ സ്ട്രെങ്ത് എടുത്ത് ഞെട്ടിക്കും. ബ്ലാക്ക് ബിയേർഡ് അവൻ വലിയൊരു ചീറ്ററാണ്. അവനുടനെ ഇപ്പൊ അവന്റെ ടീംമേറ്റ്സിന് സിഗ്നൽ കൊടുക്കും. അത് കാണേണ്ട താമസം അവന്റെ ടീമിലുള്ള ഒരുത്തിന് ഓടി വന്ന് സെൻഗോക്കു എട്ടിക്കാനായിട്ട് നോക്കുമ്പോഴേക്കും വീഴാണ് അവന്റെ തലയ്ക്കൊരു ഇടി. അത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ കാർപ്പ്. നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ നേവിക്കാരുടെ ദേഹത്ത് കൈവെക്കും. ഈ ഒരു പ്രദേശം അത് മുഴുവനായിട്ട് തകർക്കാനല്ലേ നിന്റെ ഉദ്ദേശം ചോദിക്കും. അതിന് ബ്ലാക്ക് ബിയേർഡ് അവൻ അതേന്ന് പറഞ്ഞ് കൈ അങ്ങനെ ചുരുട്ടി എയറില് വലിയൊരു വേവ് തന്നെ ക്രിയേറ്റ് ചെയ്യും. മറ്റൊരു ഭാഗത്താണെങ്കിൽ ട്രഫാൽഗർ അവനാണെങ്കിൽ ഒരുപാട് നേരമായി കടലില് ലൂഫിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇനിയും അങ്ങനെ നിന്നാ അത് അവന്റെ ജീവന് പോലും ആപത്തായി മാറും. മാത്രമല്ല ബ്ലാക്ക് ബിയേർഡ് ക്രിയേറ്റ് ചെയ്ത ആ ഒരു പവറില് കടലിപ്പോ ആകെ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്ത നിമിഷം ആ കടലില് വലിയൊരു സുനാമി അങ്ങനെ ക്രിയേറ്റ് ആയി. അതിപ്പോ ആ പ്രദേശത്തിന്റെ മുക്കും മൂലയിലേക്കും അട്ടിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. കപ്പലുകളെല്ലാം തന്നെ തലകീഴായി മറിഞ്ഞ് ദൂരേക്ക് പോകും. ഇവിടെ അക്കൈനോ ആണെങ്കിൽ അതൊന്നും മൈൻഡ് പോലും ചെയ്യാതെ അവൻ ഇപ്പോഴും ലൂഫിയുടെ പിന്നാലെ തന്നെയാണ്. കണ്ണാടി പയ്യൻ അവനവന്റെ കണ്ണും ചെവിയും എല്ലാം ഇറുക്കി അടച്ച് ആ കാഴ്ചയൊന്നും കാണാൻ സാധിക്കാതെ നിലവിളിച്ചു കൊണ്ടേയിരിക്കും. ഇവിടെ ബ്ലാക്ക് ബിയേർഡ് പോലും അവന്റെ പുതിയ പവർ കണ്ട് വണ്ടടിക്കും. ഓ മൈ ഗോഡ്, എനിക്കിപ്പോ ഇത്രയും സ്ട്രെങ്ത് ഉണ്ടോ? അപ്പൊ അവന്റെ ടീമിൽ തന്നെയുള്ള ഒരുത്തൻ അവനിപ്പോ ബ്ലാക്ക് ബിയേർഡിനോട് പറയും, യു ആർ അൺബിലീവബിൾ, നിങ്ങൾ എന്തായി ചെയ്യണേ? നിങ്ങൾ ഇങ്ങനെ ഈ പവർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോലും ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. സോ ദയവ് ചെയ്ത് പവർ കൺട്രോൾ ചെയ്യും. പക്ഷെ ബ്ലാക്ക് ബിയേർഡ് ആണെങ്കിൽ അപ്പോഴും അവന്റെ ആറ്റിറ്റ്യൂഡ് വിടാതെ നേവിക്കാരെ വിളിച്ചുകൊണ്ടേയിരിക്കും. ആക്ച്വലി നിങ്ങൾ വൈറ്റ് ബിയേർഡിനെ ഇല്ലാതാക്കിയത് വലിയൊരു മണ്ടത്തരം തന്നെയാണ്. ഇനിയിപ്പോ ഈ ഒരു ലോകം ഭരിക്കാൻ പോകുന്നത് ഞാനാണ്. എന്റെ പവറിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ ഇവിടെ ആരുമില്ല എന്ന് പറയുമ്പോ ആ കടലാണെങ്കിൽ ഇപ്പൊ പ്രാന്തമായി ഓരോ ഭാഗത്തേക്ക് അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം സബോർഡിനേറ്റ് ആർക്കിപ്പലകം കാണിക്കും. അവിടെ ജനങ്ങളുടെ ഉള്ളിലും ഇപ്പൊ ഭീതി കൂടും. ബ്ലാക്ക് ബിയേർഡിന്റെ മുഖവും അവന്റെ സംസാരവും പവറൊക്കെ കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ഇവൻ വലിയൊരു തലവേദനയായി മാറാൻ പോവാണെന്ന്. ഉടനെ വലിയൊരു ഇൻഫർമേഷൻ ഇപ്പൊ അവിടെ ആകെ സ്പ്രെഡ് ആവുകയാണ്. എത്രയും പെട്ടെന്ന് ഇവിടെയുള്ള എല്ലാവരും ഇവിടെ നിന്ന് മാറണം. ബ്ലാക്ക് ബിയേർഡിന്റെ അറ്റാക്കില് ഇവിടേക്ക് വലിയൊരു സുനാമി വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയും. അത് കേട്ട് ജനങ്ങളാകെ പരിഭ്രാന്തരായി അവിടെ നിന്ന് ഇപ്പൊ ജീവനം കൊണ്ട് ഓടും. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പോ ഒരു ബറ്റാലിയൻ പട്ടാളക്കാര് അവരാണെങ്കിൽ വൈറ്റ് ബിയേർഡിന്റെ പൈററ്റ്സിന്റെ അടുത്തേക്ക് വരും. കണ്ണിൽ കാണുന്ന എല്ലാ പൈററ്റ്സിനെയും അവർ അച്ചരം പൊച്ചരം ഷൂട്ട് ചെയ്ത് താഴെയിടും. ഒരു പൈററ്റ് ബുള്ളറ്റ് ഏറ്റ് താഴേക്ക് വീഴുകയാണ്. അത് കണ്ട മറ്റൊരു പൈററ്റ് പറയും, നമ്മുടെ ഡാഡി പറഞ്ഞത് നമ്മൾ എല്ലാവരും ജീവനോട് കൂടെ പോകണം എന്നാണ്. നിങ്ങൾ ഓടിക്കോ, ഇവനെയും താങ്ങിയെടുത്ത് ഞാൻ വരാന്ന് പറഞ്ഞ് ഇപ്പൊ ഒരുത്തനാണെങ്കിൽ ആ വെടികൊണ്ട് വീണവനെ അവരെ താങ്ങിയെടുക്കുമ്പോഴേക്കും സോൾജിയർ ആണെങ്കിൽ അടുത്ത ബുള്ളറ്റ് ഇപ്പൊ അവന്റെ പുറകിൽ വെച്ച് പൊട്ടിക്കുകയാണ്. അവനും ബോധം പോയി താഴേക്ക് വീഴും. കണ്ണാടിപ്പയ്യനാണെങ്കിൽ ഇപ്പോഴും
കരച്ചിൽ നിർത്താതെ മുട്ടൊക്കെ കുത്തി നിന്ന് തല തറയിലടിച്ച് പൊട്ടിക്കരയാണ്. എനിക്കിതൊന്നും കാണാനുള്ള ത്രാണിയില്ല. ഇത്രയും വലിയൊരു യുദ്ധം അതിതുവരെ ഞാൻ നേർക്കുനേർ കണ്ടിട്ടില്ല. പൈററ്റ്സ് ആണെങ്കിൽ നേവിക്കാർക്കെതിരെ അറ്റാക്ക് ചെയ്യുന്നു, നേവിക്കാരാണെങ്കിൽ പൈററ്റ്സിനെതിരെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ബിയർഡ് ആണെങ്കിൽ നേവിക്കാരെയും വൈറ്റ് ബിയർഡിന്റെ പൈററ്റ്സിനെയും ഒരുപോലെ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ എവിടെ നോക്കിയാലും യുദ്ധവും അടിയിടിയും ബഹളങ്ങളും മാത്രം. അടുത്ത നിമിഷം നമ്മുടെ കണ്ണാടി പയ്യൻ ചാടി എഴുന്നേക്കും. എന്നിട്ട് എൽമപ്പോയോട് ഒന്നും പറയാതെ ഉഷാറായിട്ട് എവിടേക്കോ ഓടുകയാണ്. നിനക്ക് എന്താ പറ്റിയേ, എവിടേക്കാ പോണേന്ന് ചോദിക്കും. പക്ഷെ അവൻ തിരിഞ്ഞു പോലും നോക്കില്ല. ഇവിടെയാണെങ്കിൽ പൈററ്റ്സുകൾക്ക് പരുക്ക് പറ്റിയതുപോലെ തന്നെ നേവിക്കാർക്കും ഒരുപാട് പേർക്ക് പരുക്ക് പറ്റിയിട്ടുണ്ട്. ചിലരെ താങ്ങി എഴുന്നേൽപ്പിക്കും, മറ്റു ചിലര് ട്രീറ്റ്മെന്റ് കൊടുക്കും. അങ്ങനെ അവിടെ ഇവിടങ്ങളായിട്ട് ചില ശുശ്രൂഷകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നേവി കമാൻഡേഴ്സും വൈസ് കമാൻഡേഴ്സും അവരാണെങ്കിൽ വിട്ടുകൊടുക്കാതെ യുദ്ധം മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. മെയിൻ നേവിക്കാരാണെങ്കിൽ ഇപ്പൊ വീണ്ടും അവരുടെ സോൾജേഴ്സിനോട് പറയും, നിങ്ങളിപ്പോ പരസ്പരം സഹായിക്കാനും നിൽക്കേണ്ട ആവശ്യമില്ല, എത്രയും വേഗം പൈററ്റ്സിനെ കൊല്ലുക എന്നത് മാത്രമായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അത് കേട്ട് ഇപ്പൊ കുറച്ചാൾക്കാർ ഷോക്കാവും. കാരണം പൈററ്റ്സിന് അവരോട് തന്നെ പരസ്പരം ഒരു സ്നേഹമുണ്ട്. പക്ഷെ നേവിക്കാർക്ക് അതുപോലും ഇല്ല. ഇവിടെ ടഷിക്കാണെങ്കിൽ അവളെ കൊണ്ട് പറ്റും പോലെ എല്ലാവർക്കും ട്രീറ്റ്മെന്റ് കൊടുക്കാൻ തുടങ്ങും. വീണ്ടും വീണ്ടും ആ കമാൻഡേഴ്സ് അവർ സോൾജേഴ്സിനെ അറ്റാക്ക് ചെയ്യാൻ ഫോഴ്സ് ചെയ്യുന്നത് കാണുമ്പോൾ അവള് പോലും ഒരു സെക്കൻഡ് വണ്ടറടിക്കും. മറ്റൊരു ഭാഗത്ത് ഒരു പൈററ്റ്സ് കൂട്ടം അവരാണെങ്കിൽ റൗണ്ട് ചെയ്ത് നമ്മുടെ സ്മോക്കറിനെ വെട്ടിവെച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ സ്മോക്കറിന്റെ ബോഡി മുഴുവനായിട്ട് സ്മോക്ക് ആയതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ഒന്നും തന്നെ സംഭവിക്കില്ല. അവിടെ അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ കണ്ണാടി പയ്യൻ അവനാണെങ്കിൽ ലൂഫി ആയിട്ടുള്ള പഴയ മെമ്മറീസ് അതൊക്കെ ആലോചിക്കുകയാണ്. ആദ്യമായിട്ട് നേവി ഹെഡ്ക്വാർട്ടേഴ്സ് കണ്ടതും പിന്നീട് ഒരു നേവിക്കാരനാവണമെന്ന് അവൻ ആഗ്രഹിച്ചതും അതിന് ലൂഫി സപ്പോർട്ട് ചെയ്തതും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവൻ നിർത്താതെ കരഞ്ഞ് എവിടേക്കുന്നില്ലാതെ ഓടും. മറ്റൊരു ഭാഗത്ത് അക്കൈനോ അവന്റെ വോൾക്കാനോ പവർ വെച്ച് പൈററ്റ്സുകളെ എല്ലാം തല്ലി തല്ലി കൊല്ലുകയാണ്. ഈ കാഴ്ചയൊക്കെ കണ്ട് കണ്ണാടിപ്പയ്യൻ ഓടി വരുമ്പോഴായിരിക്കും അവൻ ആരുടെയോ ബോഡിയിൽ തട്ടി അങ്ങനെ തെറിച്ച് വീഴുകയാണ്. അവനത് ആരാണെന്ന് നോക്കും. ഏതോ ഒരു മിലിറ്ററി ഓഫീസർ. കണ്ണാടിപ്പയ്യൻ അവന്റെ അടുത്തേക്ക് വരും. ഹലോ, എന്തു പറ്റി? കണ്ണു തുറക്ക്. അവനാണെങ്കിൽ യാതൊരു അനക്കവും ഇല്ല, ബോഡി മുഴുവൻ ചോര. അവന്റെ കയ്യിലാണെങ്കിൽ ഒരു ലോക്കറ്റ് കാണും. ആ ലോക്കറ്റിന്റെ ഉള്ളില് ആളുടെ ഫാമിലി ഫോട്ടോ. കണ്ണാടിപ്പയ്യനാണെങ്കിൽ ഇപ്പൊ ആ ലോക്കറ്റും കയ്യിലേന്തി പൊട്ടിക്കരയാണ്. അതേസമയം ആ കിസറു അവന്റെ ലേസർ പവർ വെച്ച് അറ്റാക്ക് ചെയ്യും. അത്രയും നേരവും ട്രഫാൽഗറിനെ നോക്കി മുഖം ധരിച്ച നമ്മുടെ ബഗ്ഗി അവൻ വേറെ വഴിയില്ലാതെ ഇപ്പോ ട്രഫാൽഗറിന്റെ അടുത്തേക്ക് പോവും. ബഗ്ഗി ആണെങ്കിൽ ഇപ്പൊ ട്രഫാൽഗറിന്റെ കപ്പലിന്റെ തൊട്ടടുത്തേക്ക് എത്തും. ക്ലോസ് എത്തിയ ഉടനെ ജിംബനെയും ലൂഫിയെയും അവർ രണ്ടുപേരെയും ആ കപ്പലിലേക്ക് വലിച്ചെറിയാണ്. ഉടനെ ആ കപ്പലിലുണ്ടായിരുന്ന ട്രഫാൽഗറിന്റെ അസിസ്റ്റന്റ് അവർ രണ്ടുപേരെയും ക്യാച്ച് ചെയ്യും. ഉടനെ കിസറു ആണെങ്കിൽ ആ കാഴ്ച കണ്ട് അവിടേക്ക് ഫോക്കസ് ചെയ്യും. ഇവിടെ നമ്മുടെ കണ്ണാടി പയ്യൻ അവൻ ഓടി ഓടി ആ ഫൈറ്റെല്ലാം നടക്കുന്നതിന്റെ ഒത്ത മിഡിലെത്തും. അവൻ നിലവിളിച്ചു പറയും, നിർത്തണ നിങ്ങൾ, സ്റ്റോപ്പ് ദ ഫക്ക്. അത് കേട്ട് ഒരു സെക്കൻഡ് എല്ലാവരും കണ്ണാടിപ്പയ്യനെ നോക്കും. അവനാണെങ്കിൽ ഇപ്പൊ അക്കൈനോട് മുൻപിലേക്ക് വന്ന് കൈ നിവർത്തി പിടിക്കും. പ്ലീസ്, ദയവ് ചെയ്ത് നിങ്ങളിത് സ്റ്റോപ്പ് ചെയ്യേ. ഒരുപാട് പേര് ഇതിനോടൊക്കെ മരിച്ചു കഴിഞ്ഞു. മരിച്ചവർക്ക് പലർക്കും വലിയ ഫാമിലി ഉള്ളവരാണ്. അവരുടെ അച്ഛൻ, അമ്മ, ഭാര്യ, മക്കൾ എല്ലാവരും അവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷേ അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം അവർക്ക് ഇതുവരെ അറിയില്ല. നമ്മുടെ ലക്ഷ്യം അത് എയ്സിനെയും വൈറ്റ് ബിയർഡിനെ തകർക്കുക എന്നതായിരുന്നു. അത് ഓൾറെഡി കഴിഞ്ഞു. ഇനിയെങ്കിലും ഇതൊക്കെ അവസാനിപ്പിച്ചൂടെ? അക്കൈനോ ആണെങ്കിൽ ക്യാഷ്ലായിട്ട് പറയും, എനിക്ക് തടസ്സമായിട്ട് വരുന്നത് അത് പൈററ്റ് ആണെങ്കിലും നേവി സോൾജിയേഴ്സ് ആണെങ്കിലും അവർക്ക് പിന്നീട് ജീവൻ ഉണ്ടാവില്ല. അത് കേൾക്കുമ്പോഴായിരിക്കും നമ്മുടെ കണ്ണാടി പയ്യന് അവനിപ്പോ എന്താ ചെയ്യുന്നതെന്നും എന്താ പറയുന്നതെന്നും ഓർമ്മ വരിക. അക്കൈനോ അവന്റെ കൈ ചുരുട്ടി കണ്ണാടി പയ്യനെ ആഞ്ഞടിക്കാൻ ശ്രമിക്കും. ഉടനെ ഒരു കൈ വന്ന് അക്കൈനോയെ തടയാണ്. അത് മറ്റാരുമല്ല, സാക്ഷാൽ ഷാങ്സ്. അതേസമയം ഇവിടെ കിസറു അവൻ ആ കപ്പലിനെ ലക്ഷ്യം വെച്ച് അവന്റെ ലൈറ്റ് പവർ അത് ഉപയോഗിക്കാൻ തയ്യാറാവുമ്പോഴായിരിക്കും ഷാങ്സിന്റെ ഒരു അസിസ്റ്റന്റ് അവൻ ഗൺ ലോഡ് ചെയ്ത് ഇപ്പോ കിസറു എയിം ചെയ്തിരിക്കുകയാണ്. ഉടനെ ഷാങ്സിന്റെ കപ്പല് അതങ്ങനെ പതിയെ തീരത്തേക്ക് അടുക്കുകയാണ്. ഷാങ്സ് ആണെങ്കിൽ ലൂഫിയുടെ തൊപ്പി അത് കയ്യിലെടുക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.